ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡും പാലും പഞ്ചസാരയും മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിന്റെ അരികുവശം കളയാട്ടോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലോട്ട് ഞാനിവിടെ 1/2 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പൊ ഇനിയിപ്പോ പാല് ചേർത്ത് കഴിയുമ്പോൾ വെള്ളത്തിന്റെ അംശം കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് പൊടിച്ച് ചേർത്താലും മതി. അപ്പൊ ഞാനിവിടെ ചെറിയൊരു അളവിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ അളവുണ്ടാവും. അപ്പൊ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എണ്ണ തടവാട്ടോ, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാം. അപ്പൊ ഇതേപോലെ ബോൾസിന്റെ ഷേപ്പിലാക്കി എടുക്കുക ആദ്യം. പിന്നെ നമ്മൾ കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയും അത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ സ്വീറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതിവിടെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒക്കെ അതിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഷുഗർ നമ്മുടെ സ്നാക്കിൽ പിടിച്ചോളും. പിന്നെ കൂടുതൽ ബ്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ബ്രെഡിൻ്റെ അരിക്ക് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടി വരും. പാലും കുറച്ച് അളവ് കൂട്ടേണ്ടി വരും. അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഷുഗർ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സ് റെസിപ്പിയാണിത്. പിന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് സ്വീറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.